തമ്മിലൊരു നീക്കുപോകത്ത്. അതല്ലാതെ ഈ നിയമ സംരക്ഷണം നടക്കണം എന്ന ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ചലിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ കഴിയുക. ഇത് ചലിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആത്മധൈര്യം ചോരുന്ന വിഷയമൊന്നുമില്ല. അപ്പോൾ പോലീസിൻ്റെ ആത്മധൈര്യം ചോർത്തരുത് എന്ന് ഭരണകൂടം ആവർത്തിച്ച് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോരാൻ കാര്യമായിട്ട് ഒന്നുമില്ല എന്നറിയുന്ന പോലീസുകാരൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അവർ വീണ്ടും വീണ്ടും അവരുടെ ക്രൗര്യത കൂടുന്നൊരവസ്ഥയിലേക്ക് എത്തില്ലേ? ഇപ്പോഴും എത്ര പേര് ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഇവിടെ? ഇപ്പോൾ നമ്മൾ 132 എല്ലാം കണക്കുകൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ കുറ്റകൃത്യം ചെയ്തവർ എത്ര ശതമാനമാണ് അവിടെ വരുന്നത്? ഇപ്പോൾ ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് ഉരുട്ടിക്കൊല കേസിലെ പ്രതികളെല്ലാം വെറുതെ വിടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇല്ലേ? ഹൈക്കോടതി അവരെല്ലാം വെറുതെ വിട്ടു. എവിടെയാണ് അന്വേഷണത്തിൻ്റെ പാളിച്ചയാണിതെല്ലാം. ഇവിടെ തന്നെ നോക്കുക, ആദ്യം ഒരു 2 ഇൻക്രിമെൻറ്റ് ബാർ ചെയ്യുന്നു. ഒരാൾക്ക് 2 ശിക്ഷ കൊടുക്കാൻ പറ്റുമോ? ഇനി നിങ്ങൾ അയാളെ പിരിച്ചുവിടാൻ വരുമ്പോൾ അയാളുടെ വാദം എന്തായിരിക്കാം? ഒരു KITയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ അയാൾ പറയാമെന്നില്ല, എന്നെ ആദ്യം ശിക്ഷിച്ചതാണ്, എനിക്ക് 2 ഇൻക്രിമെൻ്റ് എന്നെ കളഞ്ഞതാണ്, എന്നെ വീണ്ടും ഇപ്പോൾ പിരിച്ചുവിടാനോ മറ്റൊക്കെ ശ്രമിക്കാൻ പോകുന്നു. അത് തെറ്റായ കീഴ്വഴക്കമാണ്. എനിക്കെതിരെയുള്ള ക്രിമിനൽ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുവരെ എനിക്കെതിരെ മറ്റ് അച്ചടക്ക നടപടികളൊന്നും എടുക്കാൻ പാടില്ല. കാരണം എൻ്റെ ഡിഫൻസ് വിൽ ബി പുറത്ത് പറയേണ്ടി വരും. ഞാൻ എടുക്കുവാൻ പോകുന്ന ഡിഫൻസ് ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയിലെയും ക്രിമിനൽ കേസിലെയും വ്യത്യസ്തമാകണമെന്നില്ല. അപ്പോൾ ഞാൻ ഏതെങ്കിലും ആദ്യത്തെ ഒരു എൻക്വയറിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ എൻ്റെ ക്രിമിനൽ കേസിനെ അത് ദോഷമായി ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് അതിൻ്റെ മുകളിൽ സ്റ്റേ വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത കാലത്തൊന്നും കാര്യമായി തീരാത്ത രൂപത്തിലേക്ക് ഈ നിയമ നടപടികൾ പോകുന്ന ഒരു നിയമക്കുരുക്കുണ്ടാക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ആ ശിക്ഷ 2 ഇൻക്രിമെൻറ്റ് ബാർ ചെയ്യുന്നതിലൂടെ തന്നെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. അതായത് മുകൾ സ്ഥാനത്തിരുന്നവർക്ക് ഒരു വിഷ്വൽ കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇത് വിഷ്വലിലൂടെ കണ്ട് ബോധ്യപ്പെട്ടതാണ്. ആരെയൊക്കെയാണ് തല്ലിയത്, എങ്ങനെയാണ് തല്ലിയത്, എല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞാണ്. പക്ഷേ അപ്പോഴും അത് തെളിയിക്കപ്പെടേണ്ട വിഷയമുണ്ട്. ഈ വിഷ്വലിൽ എന്തെങ്കിലും കൃത്രിമം നടത്തിയിട്ടുണ്ടോ, ഇത് അതിൻ്റേതായ 65B സർട്ടിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ, അത് കൃത്യമായി പാലിക്കപ്പെട്ട ഒരു വിഷ്വലാണോ, ഇതെല്ലാം തന്നെ ഒരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ, ഒരു എൻക്വയറി ഉദ്യോഗസ്ഥന് മുമ്പാകെ അല്ലെങ്കിൽ ന്യായാധിപൻ്റെ മുമ്പാകെ തെളിയിക്കപ്പെടേണ്ട ഒന്നാണ്. അത് തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ് അയാൾക്കെതിരെ, ഈ പറയുന്ന പ്രതികൾക്കെതിരെയുള്ള ശിക്ഷണ നടപടി എടുക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യം കൊടുത്ത ശിക്ഷ പോലും, കുറഞ്ഞ ശിക്ഷ പോലും ഒരു ബാലികേറാമലയായി തീരാവുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു.